ഹലോ, നമുക്കൊന്ന് ചെയിൻ സ്റ്റിച്ച് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സൂചി നൂലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മൾ ഫ്രെയിമിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് നീഡിൽ ഇതേപോലെ മുകളിലേക്ക് കൊണ്ടുവരിക. പിന്നെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തന്നെ അടുത്ത സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ക്ലോത്തിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുപോയിട്ട് മേലേക്ക് കൊണ്ടുവരിക. ദെൻ നൂല് സൂചിയുടെ അപ്പുറത്തുകൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സ്റ്റിച്ച് ഇവിടെ റെഡി ആയിട്ടോ. ഇനി അതേപോലെ നമുക്ക് അടുത്ത സ്റ്റിച്ചും ആ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ നൂല് ഇതേപോലെ നീഡിലിൻ്റെ അപ്പുറത്തുകൂടെ കൊണ്ടുവരിക. അപ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവാം കേട്ടോ. റണ്ണിങ്ങും ബാക്കൊക്കെ ചെയ്തതുപോലെ അത്യാവശ്യം സിമ്പിളായിട്ടുള്ള സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ ചെയിൻ സ്റ്റിച്ചും. അപ്പം ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ സ്റ്റിച്ചാക്കി കൊടുത്തതാണ്. നമ്മളിത് ചെറുതാക്കി കൊടുത്താൽ കുറച്ച് തിക്കായിട്ട് നല്ല ഭംഗിയിൽ ഡിസൈൻ ഇട്ടു കേട്ടോ. അപ്പം ഇനി ഇതെങ്ങനെയാണ് കെട്ടിടേണ്ടതെന്ന് നോക്കാം. കെട്ട് നമ്മൾ ആ ത്രെഡിൻ്റെ അപ്പുറത്ത് കൂടെയാണ് നീഡിൽ താഴേക്ക് ഇറക്കേണ്ടത്. പിന്നെ നമ്മൾ റണ്ണിങ്ങും ബാക്കും ഒക്കെ കെട്ടിട്ട് കൊടുത്ത പോലെ തന്നെ അതേപോലെ കെട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ചെയിൻ സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ക്ലോത്തിലേക്ക് എങ്ങനെയാണ് ട്രേസ് പേപ്പറും അതേപോലെ കാർബൺ പേപ്പറൊക്കെ വെച്ചിട്ട് ചെയ്യാന്നുള്ളത് ഞാൻ വീഡിയോകളിലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ അല്ലേ എന്നൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ, കമൻറ്റിലൂടെയൊക്കെ ഒന്ന് അറിയിക്കുക. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ചെയിൻ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് കൊടുത്തത് കൊണ്ടാണ് ഇത് നല്ല തിക്കായിട്ട് തോന്നുന്നതുകൊണ്ട് ഇത്ര ഭംഗി തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ കുറച്ച് വലിയ സ്റ്റിച്ചാക്കിയിട്ടാണ് കൊടുത്തത്. ചെറിയ ചെറിയ സ്റ്റിച്ചുകളാക്കിയിട്ട് നമ്മൾ ഈ ചെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.